പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് പത്രലേഖൻ, സംവാദലേഖൻ, അനുച്ഛേദ ലേഖൻ ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പത്രലേഖൻ്റെ 2 ഉദാഹരണങ്ങളും സംവാദ ലേഖൻ്റെ 2 ഉദാഹരണങ്ങളും അനുച്ഛേദ ലേഖൻ്റെ ഉദാഹരണവും ഞാൻ പറഞ്ഞു തരാം, എക്സാമ്പിൾ പറഞ്ഞു തരാം. പത്രലേഖൻ നോക്കാം ആദ്യം. 2 दिन के छुट्टी के लिए आवेदन पत्र. 2 ദിവസത്തെ ലീവ് അനുവദിക്കാൻ വേണ്ടിയിട്ട് പ്രധാന അധ്യാപകന് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു പത്രം, അത് എഴുതാനുള്ളത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സേവാമേ എന്നെഴുതാം. പ്രധാനാചാര്യജി, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ. നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ പേര് എഴുതുക, പിന്നെ സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ഇവിടെ പഞ്ചാബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് വിഷയം എഴുതുക. വിഷയ് 2 दिन की छुट्टी के लिए आवेदन पत्र. ആവേദൻ എന്ന് പറഞ്ഞാൽ അപേക്ഷ. 2 दिन के छुट्टी के लिए आवेदन पत्र. പിന്നീട് श्रीमान जी सविनय निवेदन है कि मुझे कल से तेज बुखार आ रहा है. डॉक्टर ने मुझे 2 दिन तक घर पर आराम करने की सलाह दी है. अतः आप मुझे 2 दिन की छुट्टी देने की कृपा प्रदान करें. इसके लिए सदा आभारी रहूँगा. നിവേദനം എന്ന് പറഞ്ഞാൽ അപേക്ഷ, റിക്വസ്റ്റ്. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി. എനിക്ക് ഇന്നലെ മുതൽ നല്ല പനിയായിരുന്നു. ഡോക്ടർ എന്നോട് വീട്ടിൽ വിശ്രമിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആപ് മുझे 2 दिन की छुट्टी देने की कृपा प्रदान करें. നിങ്ങൾ 2 ദിവസത്തെ ലീവ് തരണം, അനുവദിക്കണം. इसके लिए सदा आभारी रहूँगा. ആഭാരി എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ക്ഫുൾ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. പിന്നെ നന്ദി പറയാം, ധന്യവാദ് പറയാം. ആപ്ക ആജ്ഞാകാരി ഛാത്ര. പിന്നെ പേരെഴുതുക, റോൾ നമ്പർ എഴുതുക, കക്ഷ ക്ലാസ് എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. സേവാമേ എഴുതുക. പ്രധാനാചാര്യജി, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക, സ്ഥലത്തിൻ്റെ പേരെഴുതുക. ജമ്മു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ വിഷയ് ജരൂരി കാര്യക്ക് അവകാശ് കെ ലിയെ പ്രാർത്ഥനാ പത്ര. ജരൂരി കാര്യക്ക് നിർബന്ധമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ലീവ് അനുവദിക്കാനായിട്ടുള്ള അപേക്ഷാപത്രം. ശ്രീമാൻ ജി സവിനയ് നിവേദൻ യേ ഹേ കി മേ ആപ്കെ വിദ്യാലയ കി ഛട്ടി സാക്കി ഛാത്ര ഹൂം. ഇത് സവിനയ് നിവേദൻ അപേക്ഷയാണ്. ഞാൻ നിങ്ങളുടെ വിദ്യാലയത്തിലെ 6th C വിദ്യാർത്ഥിനിയാണ്. മുझे घर पर एक आवश्यक कार्य है. എനിക്ക് വീട്ടിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ജിസ്കെ കാരൻ മേ വിദ്യാലയ ആനെ മേ അസമർത്ഥ ഹൂം. അതുകൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. इसलिए मुझे 2 दिन 18-2-25 से 19-2-25 तक की छुट्टी प्रदान करें. അതുകൊണ്ട് എനിക്ക് 2 ദിവസം 18-2-25 മുതൽ 19-2-25 വരെയുള്ള ലീവ് തരണം. ആപ്കി അതി കൃപ ഹോഗി. പിന്നെ ധന്യവാദം എഴുതാം. ആപ്കി ആജ്ഞാകാരി ഛാത്ര, പേരെഴുതാം, ക്ലാസ് എഴുതാം, പിന്നെ റോൾ നമ്പർ എഴുതാം. ഇനി സംവാദ ലേഖന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. 2 മിത്രോं के बीच पर्यावरण संरक्षण पर संवाद. 2 കൂട്ടുകാർക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബാത്ചീത്ത്. സംവാദം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. പര്യാവരൺ സംരക്ഷൺ, പരിസ്ഥിതി സംരക്ഷണം, അതായത് എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ. 2 പേര്, അമിത്, രോഹൻ, 2 സുഹൃത്തുക്കളാണ്. അമിത്, അരേ രോഹൻ തും കേസേ ഹോ എന്ന് ചോദിക്കുന്നു. രോഹൻ, മേ അച്ഛാ ഹൂ. തും കഹാ ജാ രഹേ ഹോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ അമിത് പറയുന്നു, മിത്ര ആജ് പാർക്ക് മേ പര്യാവരൺ സംരക്ഷൺ പർ നാടക് മഞ്ചൻ ഹോനാ ഹെ വഹി ദേഖ്നെ ജാ രഹാ ഹൂ. ഇന്ന് പാർക്കിൽ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ഒരു നാടകം ഉണ്ട്, അത് കാണാനായിട്ട് പോവുകയാണ്. രോഹൻ പറയുന്നു, ഈ പര്യാവരൺ സംരക്ഷൺ ക്യാ ഹോത്താ ഹെ. ഈ പര്യാവരൺ സംരക്ഷൺ എന്താണ്? അമിത് പറയുന്നു, മിത്ര ഹം ജിസ് പര്യാവരൺ മേ രഹത്തെ ഹെ ഉസേ ജാനെ അൻജാനെ മേ നുക്സാൻ പഹുഞ്ചാ രഹേ ഹെ. നമ്മൾ ഏത് പരിസ്ഥിതിയിലാണോ താമസിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ജാനെ അൻജാനമേ എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളതിനെ നശിപ്പിക്കുന്നുണ്ട്. ജോ മനുഷ്യ ഓർ അന്യജീവോ കെ ലിയെ സഹി നഹി ഹെ. അത് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും നല്ലതല്ല. രോഹൻ പറയുന്നു, അച്ഛാ तो यह नाटक मंचन पर्यावरण का संरक्षण करने के लिए जागरूक करता है.
അത് ശരി. അപ്പോൾ ഈ നാടകം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത്. ജാഗരൂക് എന്ന് പറഞ്ഞാൽ ബോധവാന്മാരാക്കുന്നു. അമിത് ഹാ മിത്ര തും സഹി സമജ് രഹേ ഹോ, ആ കൂട്ടുകാരാ നീ ചിന്തിക്കുന്നത് ശരി തന്നെയാണ്. അതേപോലെ ഫൽ വാലെ ഓർ ആകാശ് കാ സംവാദ്, അതായത് ഒരു ഫ്രൂട്ട് വിൽപ്പനക്കാരനും ഒരു ആകാശ് എന്ന് പറഞ്ഞ ഒരാളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ആകാശ്, ഭയ്യ ആം കിത്തനെ രൂപയെ കിലോ ദിയേ ഹെ, ഭയ്യ മാംഗോക്ക് കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നു. ഫൽവാല പറയുന്നു 60 രൂപയെ കിലോ, 60 രൂപയാണ് കിലോ എന്ന് പറയുന്നു. ആകാശ് യേ തോ ബഹുത് മെഹംഗെ ഹെ, ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഫൽവാല പറയുന്നു, ഫ്രൂട്ട് വിൽപ്പനക്കാരൻ പറയുന്നു യേ ദൂസരി ടോക്കറി മേ സെ ലേ ലോ, യേ കേവൽ 40 രൂപയെ കിലോ ഹെ, ഈ മറ്റേ കുട്ടയിൽ നിന്ന് എടുത്തോളൂ, അത് വെറും 40 രൂപയേ ഉള്ളൂ, കിലോയ്ക്ക് 40 രൂപയേ ഉള്ളൂ എന്ന് പറയുന്നു. ആകാശ് നെഹി ഭയ്യ യേ തോ അച്ഛേ നെഹി ഹെ, അപ്പോൾ ഇത് വേണ്ട സഹോദര, ഇത് നല്ലതല്ല. അച്ഛാ ബത്താവോ സേബ് കിത്തനെ രൂപയെ കിലോ ദിയേ ഹെ, എങ്കിൽ പറയൂ ആപ്പിളിന് കിലോയ്ക്ക് എത്രയാണെന്ന് പറയൂ എന്ന് പറയുന്നു. ഫൽവാല സേബ് 80 രൂപയെ കിലോ ഹെ, സേബിന് ആപ്പിളിന് 80 രൂപയാണ്, കിലോയ്ക്ക് 80 രൂപയാണെന്ന് പറയുന്നു. ആകാശ് ആധാ കിലോ സേബ് ദേ ദീജിയെ, 1/2 കിലോ ആപ്പിൾ തരുമെന്ന് പറയുന്നു. ഫൽവാല യേ ലീജിയെ സേബ്, ആപ്പിൾ കൊടുക്കുന്നു. ആകാശ് യേ ലീജിയെ 40 രൂപയെ ധന്യവാദ്, അപ്പോൾ 1/2 കിലോയ്ക്ക് 40 രൂപയെ 40 രൂപ കൊടുക്കുന്നു, നന്ദി പറയുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ തന്നത് അതിനനുസരിച്ചിട്ടുള്ള കോൺവെർസേഷൻ തയ്യാറാക്കുക. അനുച്ഛേദ് ലേഖൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. സമയ്ക്ക സദുപയോഗ്, സമയത്തിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് എഴുതാനാണ്. समय का सदुपयोग सफलता की कुंजी है. जो व्यक्ति समय को ठीक से प्रबंधित करता है वही जीवन में आगे बढ़ता है. हमें अपने कार्यों को समय पर पूरा करने की आदत डालनी चाहिए. यदि हम समय को व्यर्थ करेंगे तो बाद में पछताना पड़ेगा. विद्यार्थी जीवन में समय का महत्व और भी अधिक होता है. हमें समय का सदुपयोग करके पढ़ाई के साथ साथ अन्य रचनात्मक कार्यों में भी भाग लेना चाहिए. इसलिए हमें समय की कीमत समझकर उसका सही उपयोग करना चाहिए.